ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആണുങ്ങളെക്കാൾ മികച്ചവരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ, അല്ലേ? പക്ഷെ ശരിക്കും അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? അവര് മികച്ചവരാണെന്ന് ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആകാശ ലോകത്തുള്ള പടച്ചോനെ ഭൂമിയിലുള്ള സ്ത്രീകളുടെ ഹൃദയത്തിലാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ ഒരു അല്പം നിക്ഷേപിച്ചിട്ടുള്ളത്. എല്ലാ സ്ത്രീകളുടെ ഹൃദയത്തിലും പടച്ചോൻ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നിറച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അവരധ്വാനിച്ച് അവരെ കൊണ്ടുവരുന്നത് എവിടേക്കാ നോക്കിയാൽ മതി, ആ വീട്ടിലുള്ള സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരാണ് പുരുഷന്മാരെന്നാ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒന്നും വേണ്ട, സ്ത്രീകളുടെയും പുരുഷന്മാരെയും ശരീരഘടന നോക്കുകയാണെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ച് വെയിൽ കൊള്ളുന്നത് അവർക്കൊരു ദോഷമില്ലാത്ത കാര്യം. സ്ത്രീകൾ അധികം വെയിൽ കൊണ്ടാൽ അവരുടെ ശരീരത്തിനാണ് അത് പ്രശ്നം. അതേപോലെ ഭാരം എടുക്കുന്നത്, സ്ത്രീകൾ അധികം ഭാരം എടുക്കുന്നത് അവരുടെ ശരീരത്തിന് നല്ലതല്ല. പടച്ചവൻ അങ്ങനെയാണ് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കഠിനമായിട്ട് അധ്വാനിക്കണ്ട, നിങ്ങൾ റാണിയായിട്ട് ജീവിക്കൂ എന്നാ പടച്ചവൻ നമ്മളോട് പറയുന്നത്. ശക്തി കൊണ്ട് പുരുഷന്മാര് ശക്തരാണ്, പക്ഷെ സ്ത്രീകൾ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് മനധൈര്യം കൊണ്ട് അവർ ഭയങ്കര പവർഫുൾ ആണ്. അധികം ആൾക്കാരും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമല്ല എന്നാ പറയാം. ശരിക്കും ഇസ്ലാമിന്റെ അത്ര സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഒരു സ്ത്രീക്ക് അവളുടെ അനുവാദമല്ലാതെ ഒരാൾക്കും അവളെ കല്യാണത്തിന് നിർബന്ധിക്കാൻ പറ്റില്ല. അവൾക്ക് വിവാഹമോചനം നടത്തണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ തീരുമാനം. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആണുങ്ങൾക്ക് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയാൽ മാത്രമേ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു സ്ത്രീ സമ്പാദിക്കുന്ന സ്വത്തില് അവക്ക് യാതൊരാൾക്കും അതിലൊരു വിഹിതം കൊടുക്കാൻ ഒരു നിർബന്ധവും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. നമ്മള് കേട്ടിട്ടുണ്ടാകും സ്വർഗത്തിൽ 7 കവാടങ്ങൾ ഉണ്ടെന്ന്. ആ 7 കവാടങ്ങളിലൂടെ ഓരോ കവാടത്തിലൂടെയും അതിന്റെ ആളുകളാ പോകുന്നത്. ഇപ്പം ശുഹദാക്കൾക്ക് ഒരു കവാടമുണ്ട്, അതേപോലെ നമസ്കാരക്കാർക്ക് ഒരു കവാടമുണ്ട്. അള്ളാഹുവിനെ ഭയന്ന് ഇബാദത്ത് ചെയ്ത് മാന്യമായി ജീവിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ച് പടച്ചോൻ പറഞ്ഞത് ഏത് കവാടത്തിലൂടെയും സ്വർഗത്തേക്ക് പോകുമെന്നാ പറഞ്ഞത്. കാരണം പടച്ചോ നൽകുന്ന അത്രക്കും വലിയ അംഗീകാരമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ ദിവസവും സ്ത്രീകളാണ് മികച്ചവരെന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി പടച്ചോൻ തെളിയിച്ച് തന്നൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണോ പടച്ചോൻ സൃഷ്ടിച്ചത് ആ രീതിയിൽ നമ്മളെ അംഗീകരിക്കുക. നമുക്ക് പടച്ചോൻ തന്ന എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ ഉപയോഗിക്കുക.